നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. എല്ലാവരുടെയും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടം വരെയായി. സദ്യയുടെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കാണുമായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ സദ്യയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സദ്യയുടെ കുറച്ച് മുന്നൊരുക്കങ്ങളും കുറച്ച് കറികളും ഒക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഓണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ വീഡിയോ കൂടെ കാണണം കേട്ടോ. അതിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. അപ്പോൾ അതൊന്ന് കാണണേ. ഇന്നലെ നമ്മൾ ഉപ്പേരി, ശർക്കര വരട്ടി, നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, പുളിയിഞ്ചി ഇത്രയൊക്കെയാണ് ചെയ്തത്. പിന്നെ കുറച്ച് മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തീരെ ചീത്തയാവാത്ത കുറച്ച് കറികളാണ് ചെയ്യുന്നത്. അതും എളുപ്പത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. കാളൻ, മധുരക്കറി എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ കൊണ്ടുള്ള കറിയാണ്. പിന്നെ പുളിശ്ശേരി, ചീത്തയാകാത്ത രസം, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ സദ്യയുടെ അന്നത്തേക്കുള്ള അവിയലും സാമ്പാറിൻ്റെയൊക്കെ കഷ്ണങ്ങൾ കുറച്ച് അരിഞ്ഞ് വെക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ദിവസം നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ കറികളൊക്കെ വളരെ ഈസിയും സിമ്പിളും ആയിട്ടുള്ള കറികളാണ്. പെട്ടെന്നൊന്നും ചീത്തയാകാത്ത കറികളുമാണ്. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ അരിയണം, അവിയലിനും സാമ്പാറിനും തോരനും ഒക്കെ. നമുക്ക് ആദ്യം പൈനാപ്പിൾ കറി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് അരിഞ്ഞ 350 ഗ്രാം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളകും കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. പൈനാപ്പിൾ നമുക്കത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ജോലികളൊക്കെ ഒത്തിരി കുറവുണ്ടാവും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ ഒന്ന് ചൂടായി നമുക്ക് ഇതിനകത്തേക്ക് കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് എരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം. ഇനി പൈനാപ്പിളിൻ്റെ വെള്ളം ഒന്ന് വലിയുന്നത് വരെ നമുക്കിങ്ങനെ അടുപ്പയിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതിനിടയിൽ ഇതിനകത്തേക്ക് ചേർക്കേണ്ട കാര്യങ്ങളും ചേർക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 2-3 പച്ചമുളകൊന്ന് കീറിയിടാം. പിന്നെ നമ്മളെ തരിതരിപ്പായിട്ട് അരച്ച അരപ്പും കൂടെ ഇതിലേക്കിടാം. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഈ പൈനാപ്പിളിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടണം കേട്ടോ. പക്ഷേ അതിന് വേണ്ടി നമുക്ക് പൈനാപ്പിളിന് കാവലൊന്നും ഇരിക്കേണ്ട. ഈ സമയത്ത് നമുക്ക് മറ്റ് കറികൾ ഉണ്ടാക്കാം, പച്ചക്കറികൾ അരിയാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനിടെ ചെയ്യാൻ പറ്റുമേ. പിന്നെ നമ്മൾ ഈ പൈനാപ്പിൾ കറിയുടെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാണാത്തവരതൊന്ന് കാണണം കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വറ്റി വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉലുവാപ്പൊടി ചേർക്കാം. ഒരു 2 നുള്ളി ഉലുവാപ്പൊടി മതിയാകും. ഇനി ഇതില്ലാന്ന് വെച്ചാൽ കടുക് വറക്കുമ്പോൾ 2 ഉലുവ ഇട്ട് വറുത്താൽ മതിയാകും. ഇനി ഇത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സദ്യയുടെ പ്രധാനപ്പെട്ട വിഭവമായ കാളൻ ഉണ്ടാക്കാം. ഏത്തപ്പഴം കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കടുകും 2 നുള്ളി ഉലുവയും കൂടി ഇടാം. 2-3 ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഏത്തപ്പഴവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഏത്തപ്പഴം നീളത്തിലൊന്ന് കീറിയിട്ട് അല്പം കട്ടിയിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്ത് കിടന്നിട്ട് നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരണേ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. 6 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തൈരാണ്. 1/4 കപ്പ് തൈര് പലതവണയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഈ മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങായും തൈരും കൂടെ ചേർന്ന് ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. തീ തീരെ കുറച്ച് വെക്കണം. ചെറിയ ചൂടിൽ നമുക്കിത് തേങ്ങായും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊട്ടും തിളക്കരുത്, കൈവിടാതെ ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ
ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുകിടാം. സ്ഥിരം കടുകറ പരിപാടിയാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർക്കാം. അതിനുശേഷം ഉണക്കമുളക് ഇടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചത് ചേർക്കാം. എന്നിട്ടിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നമുക്കിതിലേക്ക് ഇടാം. ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. പൊടികളെല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം നമ്മുടെ എരിവനുസരിച്ചിട്ടിടണേ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പുളിയുടെ പൾപ്പില്ലേ, അതൊരു 3 ടേബിൾ സ്പൂൺ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. നമ്മൾ ഇതിനകത്തേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. മൊത്തം ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ടിനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ലാസ്റ്റിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ രസം നല്ലപോലെ തിളച്ചിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ രസം കാണാൻ നല്ല രസമില്ലേ? ഇനി ഈസി മോരുകറി ഉണ്ടാക്കാം. ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടി ഇടാം. 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ടിതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണേ. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വീണ്ടും കടുകിടാം. 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് മൊരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ജോലിയൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മോരൊഴിക്കാം. എന്നിട്ട് ചെറുതീയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ചൂട് കൂടിയാൽ ഇത് പിരിഞ്ഞു പോകും. നമ്മുടെ ഈസി മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഈ കറികൾക്ക് പുറമെ സാമ്പാറിനും അവിയലിനും തോരനും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിയലിന് ചേന, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു, കായ, അച്ചിങ്ങ, മാങ്ങ, പച്ചമുളക്, ക്യാരറ്റ് ഇങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ സാമ്പാറിനാണെങ്കിൽ ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, കായ, പച്ചമുളക്, ക്യാരറ്റ് ഇത്രയുമാണ് സാമ്പാറിനും എടുത്തിരിക്കുന്നത്. തോരന് വേണ്ടിയിട്ട് കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുറച്ച് വൻപയറും പരിപ്പൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.